Praise the Lord. Hallelujah. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്നത്തെ ഈ സെഷനോർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അനേക ആൾക്കാർ ദൈവിക കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് അറിയാനുള്ള കുറവ് കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ സെഷനോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിനോട് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദിവസവും ഒരു ദിവസം കൂടെ തന്നെ. ടുഡേ ഈസ് എ ഡേ, ഇതാണ് ടുഡേ ഇസ് എ ഡേ ഓഫ് അവർ സാൽവേഷൻ. അതാണ് ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. അല്ലെങ്കിൽ കർത്താവിന് നമുക്ക് ആരാധന പറയാം. ഓൺലൈൻ വായിച്ചിരുന്ന എല്ലാവരോടും ഒരു മിനിറ്റ് ഈ വചനം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഉത്സാഹിപ്പിക്കുക. അപ്പൊ ഇന്ന് കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗോഡ്സ് പവർ. ഓക്കെ, ദൈവിക ശക്തി. നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. സർവശക്തനായ ദൈവമാണ്. വലിയ ഡിവൈൻ പവറാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. എന്നാന്ന് വെച്ചാൽ ഡിവൈൻ പവറാണ്. അവർ ഗോഡ് ഈസ് ഹാവിംഗ് ദ ഡിവൈൻ പവർ, എക്സ്ട്രാ ഓർഡിനറി പവർ, ഡൊമൈൻ പവർ. അതാണ് പറയുന്നത്. പവറിനെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ സെമാൻറ്റിക് ഡൊമൈൻ ഓഫ് പവർ. അതാണ് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡിൽ പറയുന്നത്. ഹീബ്രു ആൻഡ് ഗ്രീക്കിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് സെമാൻറ്റിക് ഡൊമൈൻ ഓഫ് പവർ. അതാണ് പറഞ്ഞാൽ കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ നമുക്ക് കർത്താവിന്റെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അസാധാരണമെന്ന് തോന്നുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവിക ശക്തിയാല് അസാധ്യങ്ങളെ സാധിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് പറയുന്നത്. അസാധ്യങ്ങൾ നമ്മൾ തോന്നും മാനുഷിക തലങ്ങളിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷെ കർത്താവിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സൃഷ്ടിച്ച് കർത്താവിന്റെ ഡിവൈൻ പവറിനാൽ സൃഷ്ടിച്ച് തരുവാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പറയുന്നത് അതാണ് പറഞ്ഞത്. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 4 വേഴ്സ് 20. 1 കൊരിന്ത്യർക്ക് ലേഖനം 4 അധ്യായം 20 വാക്യം പറയുന്നത്, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നത്. ദൈവരാജ്യം അത് ശക്തിയിലാണ്, വചനത്തിലല്ല, അത് ശക്തിയിലാണ്. അതാണ് ഇത് പറയുന്നത്. ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് നോട്ട് ഇൻ വേർഡ് ബട്ട് ഇൻ പവർ. നമ്മുടെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയുണ്ട്. ശക്തി ഇല്ലെങ്കിൽ ദൈവമില്ല. അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കണമെന്നറിയാം. ഉൽപ്പത്തി പുസ്തകം ദൈവം ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ഡിവൈൻ പവർ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഡിവൈൻ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതാണ് ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ അത് സ്പിരിറ്റില്, ദൈവത്തിന്റെ സ്പിരിറ്റില് ആയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ദ സ്പിരിറ്റ്. അതാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ മരിച്ചതിനെ ഉയർപ്പിച്ച ശക്തി, ഉയർപ്പിച്ചവന്റെ ശക്തി, മരിച്ചതിനെ ഉയർപ്പിച്ച ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റൈസ്ഡ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെത്ത് ടു ദ ലൈഫ്. അതാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച് ആ ശക്തി, ആ ഡിവൈൻ പവർ അത് ഇന്നും നമ്മളിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലൂടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത് വെച്ചാല് ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 4 വേഴ്സ് 20 ഇതിലെ പറഞ്ഞാൽ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നത്. നമുക്കറിയാം ഈ എഴുതപ്പെട്ട വചനങ്ങൾ മൊത്തം അത് ദൈവത്താല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാല് എഴുതപ്പെട്ട വചനങ്ങളാണ്. വെളിപാടിനെ എഴുതപ്പെട്ട വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെഴുതി എന്നുള്ളതല്ല, മറിച്ച് എഴുതിയ ആൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ജ്ഞാനവും റെവലേഷനും കൊടുത്തിരുന്നു. ആ റെവലേഷന്റെ അടിസ്ഥാനം സ്വന്തം ബുദ്ധിയാലല്ല, മനുഷ്യ ബുദ്ധിയാലല്ല എഴുതിയത്, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപാടിനാൽ അത്രേ വചനങ്ങൾ മൊത്തം എഴുതിയത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളൊക്കെ എഴുതിയത്. അതുപോലെ തന്നെ നമുക്കറിയാം പത്രോസിന്റെ ലേഖനം, അതുപോലെ യോഹന്നാൻ, യാക്കോബ്, യോഹന്നാൻ, അതേപോലെ തന്നെ അതിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവരാജ്യം അത് ശക്തിയുള്ള ദൈവവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ സ്നേഹിക്കുന്നവർ വഴിയായിട്ട് ദൈവത്തിന്റെ പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ വചനം എഴുതുവാൻ ഇടവന്നു. ഹല്ലേലൂയ. അതാണ്
സങ്കീർത്തന പുസ്തകം പറയുന്നത് 21 സങ്കീർത്തനം അത് 11 വാക്യം പറയുന്നത് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 21 വേഴ്സ് 13 ഇതിൽ പറയുന്നത് വെച്ചാല് യഹോവ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. പ്രൈസ് ലോർഡ്. പഴയ നിയമം ആയിക്കോട്ടെ, പുതിയ നിയമം ആയിക്കോട്ടെ, എവിടെയെല്ലാം ആർക്ക് കർത്താവിന്റെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് വിടുതൽ കൊടുത്തിട്ടുണ്ട്. എത്ര സാക്ഷ്യങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. പക്ഷെ കർത്താവിനെ അന്വേഷിക്കുന്നവര് ആണ് എങ്കിൽ തന്നെയും, കർത്താവിനോടൊപ്പം നടക്കുന്ന ആൾക്കാരെയാണ് എങ്കിൽ തന്നെയും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങൾ ജീവിതത്തിൽ അതേപോലെ തന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നല്ല അവർക്ക് പുറത്തു വരാൻ കഴിയുന്ന ഒരൊറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ശക്തിയിലുള്ള വിശ്വാസം. അതാണ് ദാവീദ് നമുക്കറിയാം. അപ്പൊ കർത്താവിന്റെ കൃപ അത്രമാത്രം കിട്ടിയ വ്യക്തിയായിരുന്നു ദാവീദ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം നമുക്കറിയാം സ്വന്തം മകനാല് ആ രാജ്യത്തും ഒരു കുറച്ച് നാളത്തേന് ഉപേക്ഷിച്ച് ഓടേണ്ടതായിട്ട് വന്നു. അത് എങ്ങനെയാന്ന് വെച്ചാല് അപ്പൊ അത്രമാത്രം ബുദ്ധിമുട്ടിൽ കൂടെ ദാവീദ് കടന്നു. എങ്കിലും കർത്താവ് കരുതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും പിതാവായ ദൈവം തന്റെ ഭക്തരെ കരുതും, അതേപോലെ തന്നെ സംരക്ഷിക്കും തന്റെ ശക്തിയാല്, ഡിവൈൻ പവറിനാല്. പ്രൈസ് ലോർഡ്. ഇതാണ് പറയുന്നത് വെച്ചാല് അതാണ് ദാവീദ് പറയുന്നത്. ബുക്ക് ഓഫ് സാം സങ്കീർത്തന പുസ്തകം 21 11 വാക്യം പറയുന്നത് യഹോവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ ശക്തിയായിട്ട് തുടങ്ങാനായിട്ട് വേണ്ട നെഹമ്യാവിന്റെ പുസ്തകം ചാപ്റ്റർ 9 വേഴ്സ് 32 ഇതിൽ പറയുന്നത് ആകയാൽ ദൈവമേ നിയമവും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, അശൂർ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ സർവ്വജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും നിനക്ക് ലഘുമായി തോന്നരുതേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതിൽ പറയുന്നത് ആദ്യം വായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകയാൽ ദൈവമേ നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഗോഡ് ഈസ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് our God is a great, mighty and awesome God. Praise the Lord. Hallelujah. അതാണ് our God is a great and mighty God. അതാണ് പറയുന്നത്. പഴയ നിയമത്തിലാക്കിയ അത് ജാതികൾക്കും അറിയാം. ഇസ്രായേൽ ജനത്തിന് എതിരായിട്ട് വന്ന ശക്തികൾക്ക് മാത്രം അറിയായിരുന്നു. അവരുടെ ദൈവം ശക്തനായ ദൈവമാണെന്ന് അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവരുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. നമുക്കറിയാം യോശുവയുടെ കാലത്ത് നമുക്കറിയാം ഇസ്രായേൽ ജനം ഓരോ രാജ്യത്തെയും പടവിട്ട് വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ അയൽപക്കത്തുള്ള രാജ്യത്തിലുള്ള എല്ലാവർക്കും ഇസ്രായേൽ ജനത്തോട് പേടി വരുവാൻ ഇടവന്നു. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ശക്തി. പ്രൈസ് ലോർഡ്. ഫറവോന് ദൈവത്തിന്റെ ശക്തിയെ പേടിക്കാൻ ഇടവന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പേടി വന്നു. കാരണം എന്ന് വെച്ചാല് ദൈവത്തിന്റെ ശക്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെ നിർവീര്യമാക്കി കളയും. തന്റെ ഭക്തന് വേണ്ടി, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവിക ശക്തി ഏത് സമയം പുറപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പഴയ നമുക്കറിയാം ജോബിന്റെ പുസ്തകം വായിക്കുവാണെങ്കിൽ നമുക്കറിയാം ദൈവിക ശക്തിയാല്, പിതാവായ ദൈവത്തിന്റെ ശക്തിയാല് പ്രൈസ് ദി ലോർഡ് തകർച്ചകൾ വന്നു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ ഡിവൈൻ പവറിനാല്, ദൈവത്തിന്റെ ശക്തിയാല് നമുക്കറിയാം ഇല്ലാതായ ഡബിൾ മടങ്ങ് പ്രൈസ് ദി ലോർഡ് ജോബിന് തിരിച്ചുകൊണ്ടായാം. ജോബിന്റെ പുസ്തകം 42 അധ്യായം വായിക്കുവാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് എന്തൊക്കെ ജോബിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലെ ഡബിൾ മടങ്ങായിട്ട്, ഡബിൾ പോർഷൻ കർത്താവിന്റെ ഡിവൈൻ പവറിനാൽ ജോബിനെ തിരികെ കൊടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കർത്താവിന്റെ ഡിവൈൻ പവറിനാൽ ഒരു കാലഘട്ടത്തിനുള്ളിലായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഒരു സർട്ടൻ ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡിനുള്ളിലായിട്ട് തന്നെ കർത്താവ് നമുക്ക് ചെയ്തു തരാൻ കർത്താവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ആശ്രയം, നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ കളയാതെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ ദൈവം നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അവരത്രമാത്രം കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവര് തന്നെ തകർന്നില്ലാതാകും. അവരെ തലമുറകൾ തന്നെ ഇല്ലാതാകും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അവർ ഇല്ലാതായി കിടക്കുന്ന അവസ്ഥയിൽ തന്നെ കർത്താവ് നമ്മളെ ഉയർത്തും. അതാണ് നമ്മുടെ ദൈവം. മറ്റുള്ളവർ നമ്മളെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയോർത്ത് നമ്മളെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് അവരെ തകർച്ച അവര് നമ്മൾ പോകുന്നവർ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തുന്ന കാണും. അവർ ഈ ലോകത്തിൽ നിന്നൊന്നും ഇല്ലാതെ മാറ്റിപ്പിടിയും ചെയ്യും. കാരണം വെച്ചാല് കർത്താവിന്റെ അഭിഷിക്തന്മാര് വീണ്ടും, അതാണ് പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവര് വീണ്ടും
കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ദൈവിക ശക്തിയാണ് നമുക്ക് ഉയർത്തി വെക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് നന്മയും കരുണയും മൊത്തം നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടർന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സങ്കീർത്തന പുസ്തകം 23 അധ്യായം പറയുന്നത് വെച്ചാൽ ആ ദൈവത്തിന്റെ ശക്തിയാലാണ്, ദൈവത്തിന്റെ ഡിവൈൻ പവറിനാലാണ്. ഇന്ന് ഏതൊക്കെ മേഖല നമ്മൾ തകർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാൻ പിതാവായ ദൈവം ശക്തനാണ്. ഏതൊക്കെ മേഖലകൾ നമ്മൾ തകർന്നിട്ടുണ്ടോ ആ മേഖലകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അത്ഭുത പ്രവർത്തികൾ ചെയ്യാനായിട്ട് പിതാവായ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കർത്താവിന്റെ വേല ചെയ്യണം. കർത്താവിന്റെ വേല എവിടേക്ക് ശക്തിപ്പെടുന്നുണ്ടോ ആ മേഖലകളെല്ലാം നമ്മൾ പ്രവർത്തിക്കണം. അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. ചിലപ്പോൾ ആൾക്കാരെ നമ്മൾ കർത്താവ് കണക്ട് ചെയ്ത് തരും. ആൾക്കാർ ചിലപ്പോൾ നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിനറിയാം കർത്താവ് എന്തുകൊണ്ടാ. ഒരാൾ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ, എന്തെങ്കിലും കാര്യം ചോദിച്ച് വരുവാണെങ്കിൽ, അത് കർത്താവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ ഒരാളെ കർത്താവ് നമുക്ക് വേണ്ടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ കർത്താവ് നമ്മളൊപ്പം നിർത്തത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് മാറിപ്പോകും, മാറ്റപ്പെട്ടു പോകും. പ്രൈസ്. പിന്നെ അവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ, നമ്മളൊപ്പം ദൈവവേലി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവർ നിശ്ചയമായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും. പ്രൈസ്. എത്ര തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തകർത്ത് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ദൈവവേലയിൽ ആയിരിക്കുന്ന ആത്മാക്കളെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്ന മിനിസ്ട്രിയിലായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ മിനിസ്ട്രിയിൽ കർത്താവ് ആ മിനിസ്ട്രിയെ തകർക്കുന്ന ആത്മാക്കളെ തകർക്കുന്ന അന്ധകാര ശക്തിയെ യേശുവിന്റെ നാമത്തെ ഐ ബ്രേക്ക് ബൈൻഡ് കാസ്റ്റ് ഔട്ട്സൈഡ് in Jesus name, in Jesus name, in Jesus name. അതാണ് നമുക്കറിയാം ദൈവവേദിയായിരിക്കുന്ന ആൾക്കാർക്ക്, പ്രൈസ് ദി ലോർഡ്, ആൾക്കാരെ ആത്മാക്കളെ തടസ്സപ്പെടുന്ന അന്ധകാര ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ചർച്ചിൽ ഞാൻ കാത്തലിക് സഭയെന്ന നമുക്കറിയാം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവവേലയ്ക്കായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും എതിരാ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എതിരാ നിൽക്കുന്നു. എനിക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയുന്ന ഒരാൾ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കത്തോലിക്ക സഭയിൽ പറ്റുമെങ്കിൽ അവരുടെ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്യും. അവരെ ഇന്ന് മൈൻഡ് ചെയ്യാൻ പോകാറില്ല. അത് വീട്ടിലുള്ളവരുടെ എല്ലാം സത്യസുവിശേഷം ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, അവർ കേട്ടാലും കേട്ടില്ല, എന്നെ ബാധിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇനി അത് രക്ഷിക്കപ്പെട്ടാലും സ്ഥാനപ്പെട്ടാലും എന്നെ ബാധിക്കുന്ന കാര്യം. ഓൾറെഡി എനിക്ക് പറയേണ്ട സത്യസുവിശേഷം വീട്ടിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, എനിക്ക് അവർക്ക് താല്പര്യം രക്ഷിക്കപ്പെടട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകുവാനാണ് അവർക്ക് ആഗ്രഹമില്ല. അവർ പോട്ടെ, അത്രേ ഉള്ളൂ. നമുക്കറിയാം ഈ സത്യസുവിശേഷത്തിൽ നമ്മൾ മാറാൻ കാരണം വെച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്ന ദൈവമാണ് സത്യം. യേശു ക്രിസ്തുവാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ രക്ഷിക്കപ്പോഴും മുടി സ്നാനം എടുക്കുക തന്നെ ചെയ്യണം. അതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെയല്ലെന്ന് വെച്ചാൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്. അത് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അത് ആരാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവേലയിലായിരിക്കുന്ന ഒരാൾക്കാണ് ദൈവീയ ശക്തി വെളിപ്പെടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കർത്താവ് തന്റെ ദൂതഗണങ്ങളെ അയച്ച് കർത്താവ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. അവർ ഗോഡ് വിൽ സെൻഡ് ഹിസ് ഹെവൻലി ഏഞ്ചൽസ് ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഫോർ ദ പീപ്പിൾ ദോസ് ആർ ബോൺ അഗെയിൻ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ദോസ് ആർ ബോൺ അഗെയിൻ ആൻഡ് ബാപ്റ്റൈസ്ഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് മൊത്തം കർത്താവിന്റെ ശക്തിയും കരവുണ്ടായിരുന്നു. കാരണം കർത്താവിന്റെ നമുക്കറിയാം ആ പരിപാലനയിലാണ് ഇസ്രായേൽ ജനം മൊത്തം ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. കർത്താവിന്റെ ശക്തിയാണ്. അങ്ങനെ പുറത്തിറങ്ങി വന്ന ഇസ്രായേൽ ജനത്തെ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. അവര് നശിച്ചു പോയത് അവരെ അവിശ്വസ്തയാലും കർത്താവിനെതിരെ നിന്നുകൊണ്ടാണ്. കർത്താവിനെതിരെ നിന്ന് പ്രവർത്തിച്ച കാരണമാണ് അവരെല്ലാം ആ മരുഭൂമിയിൽ നശിച്ചു പോയി. നമുക്കറിയാം പിൻതലമുറക്കാർ മൊത്തം നമുക്കറിയാം ആ വാഗ്ദത്ത ദേശം കൈവശമാക്കുകയും ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ നമ്മൾ അവിശ്വസിക്കരുത്. കർത്താവിന്റെ വാഗ്ദത്തത്തിൽ ചിലപ്പോൾ അവിശ്വാസം വരും. എങ്കിലും ഈ ദൈവത്തിൽ പറ്റുമെന്ന് പറഞ്ഞ് ദൈവത്താൽ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. എത്ര ആൾക്കാർ തകർക്കാൻ വന്നു കഴിഞ്ഞാലും അവര് തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മൾ ബ്രദേഴ്സ് ആയിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, കർത്താവിന്റെ അഭിഷേകത്തിന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു സത്യവിശേഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു എന്റെ ഡിവൈൻ പവർ അവർക്കെതിരെ പോകും. പ്രൈസ് ദി ലോർഡ്. നിന്നെ തൊടുന്നതിന് എന്റെ കണ്ണില് കൃഷ്ണമണിയാണ് തൊടുന്നത്. അതാണ് നമുക്ക് കർത്താവ് ഏഷ്യ പ്രവാചക പുസ്തകം 41 അധ്യായം പറയുന്നത് വെച്ചാൽ നിന്നോട് ഏറ്റുമുട്ടുമെന്ന് നശിച്ചു ഒന്നുമില്ലാതെ തീരും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇതെല്ലാം സാധിക്കുന്നത് കർത്താവിന്റെ ഡിവൈൻ പവറിനാലാണ്.
കർത്താവിന്റെ നമുക്കെതിരായിട്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ പോകണ്ട. കർത്താവ് ചെയ്തു. അരേലിയ കർത്താവ് നമുക്ക് വേണ്ടി പോകാനാണ്. നമുക്ക് കർത്താവ് പറഞ്ഞാൽ നമുക്ക് വലുത് വിശാലമായ ഒരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു. എതിരാളികൾ പലതുണ്ട്, എങ്കിലും നമുക്ക് വലുതും വിശാലവുമായ ഒരു വാതില് കർത്താവ് തുറന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പുതിയ നിയമത്തില് നമുക്കറിയാം എഴുതിയുണ്ടായി. അല്ല ഇത് പറഞ്ഞാല് അതാണ് ബുക്ക് ഓഫ് എഫീഷ്യൻ ചാപ്റ്റർ 1 വേഴ്സ് 19, 20, 21. ബുക്ക് ഓഫ് എഫേസ്യസ് ലേഖനം 1 അധ്യായം 19, 20, 21 വാക്യം പറയുന്ന വെച്ചാൽ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം. വിശ്വസിച്ചാൽ ശക്തി വ്യാപരിക്കും. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസത്താൽ രോഗങ്ങൾ മാറും. വിശ്വാസത്താൽ അവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും നടക്കും. എന്താ ശക്തിയുടെ പ്രവർത്തനം വെച്ചാൽ നമ്മളെല്ലാം വിശ്വാസം എടുത്ത് കാണും. ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എടുത്ത് തട്ടി മാറ്റിയിട്ട് നമ്മളെ കാണിച്ചു ഇങ്ങനെയൊക്കെയാന്ന് പറയും. ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. അപ്പൊ ഇനി പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം എന്ന് പറയും. പക്ഷെ എങ്കിലും നമ്മൾ പറയണം, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കർത്താവ് നമ്മളെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയണം. കഴിഞ്ഞ കാര്യങ്ങളെ കർത്താവ് നമ്മളെ പരിപാലിച്ചതിനോർത്ത് നന്ദി പറയണം. ആ ദൈവം ഇന്ന് നമ്മളെ പരിപാലിക്കും. ഈ ദൈവം ഇനിയും എന്നെ പരിപാലിക്കുമെന്ന് നമ്മൾ വാഗുകൊണ്ട് ഏറ്റവും നമ്മളെ പറയണം. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കുകയും, അതാണ് ഇത് യേശുക്രിസ്തു ഒരു അഡ്വക്കേറ്റ് ആണ്, അത് മാതാവൻ ഹാലലിയും അതുപോലെ തന്നെ പുണ്യാളന്മാൻ വിശുദ്ധരെന്ന് പറയുന്ന ബിംബമൊന്നുമാണ് നമുക്കിടെ നമ്മുടെ മധ്യസ്ഥം. നമ്മൾ മധ്യസ്ഥം പറയുന്നത് മരിച്ചു ഉയർത്തുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ പിതാവായ ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ ആ വിശ്വാസത്തെ നമ്മൾ പറയാം, എത്ര തകർച്ചയാണെങ്കിലും എത്രമാത്രം നമുക്ക് മൂടപ്പെട്ട അവസരമാണെങ്കിലും നമ്മൾ പറയണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അദ്ദേഹത്തിൽ പറയുന്ന പോലെ പറയണം, ശവക്കൊല്ലകൾ തുറന്ന് ഈ കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. ഏത് വിഷയമാണെങ്കിലും ശവക്കല്ലകളെ തുറന്ന് ഈ ദൈവം നമ്മളെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രൈസിലോട്ട് അല്ലല്ലേ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. മാരകമായി എന്ത് കുടിച്ചാലും അവർക്ക് ഒന്നും പറ്റത്തില്ല. അവര് രോഗികളുടെ മേൽ കൈവയ്ക്കും, അവര് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. സൗഖ്യം യേശുവിന്റെ ദാനമാണ്. പ്രൈസിലോട്ട് ഹല്ലേലൂയ. ഇത് പറഞ്ഞേ ബുക്ക് ഓഫ് എഫീഷ്യൻ ചാപ്റ്റർ 1 വേഴ്സ് 20, എഫേസ്യ ലേഖനം 1 അധ്യായം 20 വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമേതെ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ലോർഡ്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ, അതാണ് അപ്പം ദൈവത്തിന്റെ ശക്തി, അതായത് സ്പിരിറ്റ് ഓഫ് ഗാഡ്. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം ഉയർത്തുകയും ചെയ്തു. For above all principality and power and might and dominion and every name that is named, not only in this age but also in that which is to come. അതാണ് യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തിന്റെയും മേലായ നാമമാണ്. ആ നാമത്തിന് ശക്തിയുണ്ട്, ആ നാമത്തിന് ഡിവൈൻ പവറുണ്ട്, ആ നാമത്തിന് എല്ലാ അസാധ്യങ്ങളെ സാധിപ്പിക്കാൻ പറ്റും, ആ നാമത്തിന് ഹീലിംഗ് പവറുണ്ട്, ആ നാമത്തിന് അൺബിലീവബിൾ മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടിരിക്കുന്നത്, ആ യേശുവിന്റെ നാമത്തിൽ, എല്ലാ നാമത്തിനും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. അല്ലെ, അതാണ് വെറുതെ സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ഈ അധികാരങ്ങളുടെ മേലെല്ലാം ദൈവനാമത്തിന് അധികാരമുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ അധികാരികളുടെ മേലും യേശുവിന്റെ നാമത്തിന് അധികാരമുണ്ട്. പക്ഷേ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മുകളിലാണ് യേശു ക്രിസ്തു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരൊക്കെ കർത്താവിന്റെ വചനം പ്രകാരമായിട്ട് വചനത്തെ പ്രതി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. യേശു നാമത്തിന് അവരുടെ മേലെല്ലാം അധികാരമുണ്ട്. അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ കുറച്ച് നാളെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കർത്താവ് നമുക്ക് ഒരു നിത്യ കിരീടം തരും. അതാണ് സ്വർഗ രാജ്യത്തിൽ അത് നമുക്ക് നശിച്ചു പോകാത്ത ആ നിത്യജീവൻ കർത്താവ് നമുക്ക് വരും. ഈ ലോകത്തിലുള്ള ആൾക്കാരെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ഇന്നല്ലേ നാളെ അവർ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെടും. അവര് തന്നെ അവർ നിൽക്കുന്ന സ്ഥലമേ അന്യമാകും. അവര് ഒരു ഓർമ്മയും ഉണ്ടാകത്തില്ല. കാരണം കർത്താവിന് എതിരായിട്ട് നിന്ന ഒരാൾക്കാരും ഹല്ലേലൂയ. അത് അനന്യാസൊക്കെ കർത്താവിന് വേണ്ടി വന്നു എങ്കിൽ തന്നെയും ലാസ്റ്റ് കർത്താവിനെതിരെ കള്ളത്തരം കാണിച്ചു. അവർ ഈ ലോകത്തിൽ നിന്നെല്ലാം മാറ്റപ്പെട്ടു.
പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന് പിതാവ് ദൈവത്തിനെതിരെ നിന്ന ഇസ്രായേൽ ജനത്തെ ഭൂമി പിളർന്ന് അവരെയൊക്കെ ഇല്ലാതാക്കി. പ്രൈസ് ലോർഡ്. പുതിയ നിയമത്തിൽ ഇന്ന് അനേകം ആൾക്കാർ ഇപ്പോഴും സർവേ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ലോർഡ്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഗ്രേസ് ഓഫ് ഗോഡ് സ്റ്റിൽ വി ആർ അലൈവ്. അതാണ് കർത്താവിനെതിരെ പ്രവർത്തിച്ചിട്ടും നമ്മൾ എപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. ഈ കൃപ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ കൃപ ദുരുപയോഗം ചെയ്തെന്ന് വെച്ചാൽ ദൈവം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി നമുക്ക് അങ്ങനെ പോവാം, ഒരു കാലം വേരിയെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, അന്ധകാര ശക്തി നിങ്ങളെ ടച്ച് ചെയ്യും. ജോബിനെ നശിപ്പിച്ചെങ്കിലും കർത്താന്റെ കൃപയുണ്ടായിരുന്നു ജോബിനെ പെരിയ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട്. കർത്താന്റെ കൃപ വേരിയില്ലാത്ത നിങ്ങൾ വീണ്ടും കർത്താവിന് വേണ്ടി എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അന്ധകാര ശക്തി അസുഖത്താലും പെട്ടെന്നുള്ള ആക്സിഡന്റാലും ഡെത്തിനാലും ഹല്ലേലൂയ അത് ഏതെങ്കിലും രീതി അന്ധകാരശക്തി നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചാൽ യു ആർ ഫാർ അവേ ഫ്രം ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ രക്ഷ അത്രമാത്രം അടുത്ത് വന്നിരുന്നു. അന്നൊട്ട് ഒരു റിജക്റ്റ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ റിജക്റ്റ് ചെയ്ത ആൾക്കാരെ കർത്താവ് സംരക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. വചനം കേട്ടിട്ടും പിന്നെ അത് ഡിനേ ചെയ്യുന്ന ആൾക്കാരെ പിന്നെയും കർത്താവിന്റെ പ്രൊട്ടക്ഷൻ വരത്തില്ല അവരിലേക്ക്. ഹല്ലേലൂയ. കർത്താവ് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അവർ ഗോഡ് സ്റ്റിൽ വെയിറ്റ് ഫോർ യു ബിക്കോസ് യു ഹാവ് ടു കം ബാക്ക് ടു ദ ലോർഡ്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അന്ധകാര ശക്തി എന്തെങ്കിലും പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് കർത്താവ് ഉത്തരവാദിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ രക്ഷയെ അറിഞ്ഞിട്ടും അത് നിരാകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ കമാൻഡ്മെന്റ് ആണെന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടണമെന്ന്. ദിസ് ഈസ് എ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. വി ഹാവ് ടു ബോൺ അഗൈൻ ആൻഡ് ടേക്ക് ഫുൾ വാട്ടർ ബാപ്റ്റിസം. ഹല്ലേലൂയ. അപ്പം അത് കർത്താവ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സങ്കീർത്തന പുസ്തകം 105 അധ്യായം 4 വാക്യം ബുക്ക് സാം ചാപ്റ്റർ 105 verses 4 ബൈബിൾ says seek the Lord and his strength, seek his face evermore. ഇതിൽ പറഞ്ഞു വെച്ചാൽ യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പിൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആൾക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കണം. അത് കർത്താവ് താങ്ങിക്കോളും. പിന്നെ നമ്മൾ വിലപ്പെടേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ മനസ്സിൽ ഈ അന്ധകാരശക്തി ഏറ്റവും കൂടുതൽ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ഈ മനസ്സ് ഒരു യുദ്ധക്കളവാണ്. അതിൽ നമ്മൾ പുറത്ത് വരണമെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവവചനം ധ്യാനിച്ച് ദൈവവചനത്തിൽ മുന്നോട്ട് പോകണം. അവരെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മന്ത്രവാദം കൂടോത്രങ്ങൾ എല്ലാം അത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ തലമുറകളിലേക്ക് തിരിച്ചെന്ന് അവരില്ലാതാവും. പക്ഷെ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു കർത്താവിന്റെ അഭിഷേകത്തിലേക്ക് അതൊന്നും വരത്തില്ല. ആ വിചാരവും ദക്ഷവിധിയൊന്നും യാക്കോവിന്റെ ഭവനത്തെയും വരത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ നീതിമാന്മാരെ തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവരെത്ര 7 പ്രാവശ്യം വീണാലും അവർ വീണ്ടും എഴുന്നേൽക്കും. കാരണം അവര് വി ആർ റൂട്ടഡ് ആൻഡ് പ്ലാന്റഡ്. If you are the children of God, we are rooted and planted in Christ Jesus. അതാണ് പറയുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിലാണ് നമ്മള് പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പം തുടർമാനായിട്ട് പറയുന്നത് കഴിഞ്ഞാല് അതാണ് പൗലോസ് എത്രമാത്രം കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ടു വന്ന അന്നെല്ലാം നമുക്കറിയാം ഈ പൗലോസിനെ തകർക്കാനായിട്ടൊരു അന്ധകാരശക്തിയുടെ ഗണമുണ്ടായിരുന്നു. അതൊന്നും പൗലോസ് കാര്യമായിട്ട് എടുത്തില്ല. കർത്താവ് പൗലോസിനോട് പറയുന്ന 2 Corinthians chapter 12 verses 9 അത് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് പറഞ്ഞാണ് പൗലോസിനോട് പറയുകയാണ്, നിനക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. സന്തോഷത്തോടെ ബലഹീനതയിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെ ഓർത്ത് നമ്മൾ കർത്താവിന് പെറുവിറക്കാതെ അതിനോർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം. We have to give the thanks and praise to the Lord, whatever it was coming against our life. Praise the Lord. Maybe yesterday or today, what is going to come, we have to give the thanks and praise to the Lord for each and everything. ഇതാണ് കഴിഞ്ഞ കാര്യങ്ങൾ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തെ പരാജയങ്ങളോട് സ്തോത്രം ചെയ്യണം. നടക്കാൻ പറ്റാത്ത കാര്യങ്ങളോട് സ്തോത്രം ചെയ്യണം. സ്തുതികളിൽ വസിക്കുന്നതാണ് നമ്മുടെ ദൈവം. സ്തുതികളിൽ വസിക്കുന്നവനാണ്, സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ് ഈ നമ്മുടെ ദൈവം. അപ്പം നമ്മുടെ ആ പ്രാർത്ഥനയും ആ സ്തോത്രവും ഓർത്ത് കർത്താവ് നമ്മളെ വീണ്ടും ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വന്ന് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കർത്താവിനെ സ്തുതിച്ചു, സ്തോത്രം പാടി സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ശക്തി പൗലോസിലേക്ക് വരികയും ആ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ഏതൊക്കെ മേഖലകളാണ് നമുക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നത്, ആ മേഖലകളെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ആ മേഖലകളിൽ ഓർത്ത് കർത്താവിന് താങ്ക്സ് ചെയ്യണം. അങ്ങനെ താങ്ക്സ് ചെയ്യുമ്പോൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരികയും വീണ്ടും കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചിറടിച്ചു വരും. കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർമാനമായിട്ട് ദൈവത്തിന്റെ ശക്തി ഒരു പാട്ടോടെ സെക്കൻഡ് പാട്ടോടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിന് ഒരു പാട്ടോടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, തുടർമാനമായിട്ട്. അപ്പൊ ദൈവത്തിന്റെ ശക്തി അതൊരു ഡിവൈൻ പവറാണ്. അത് നമ്മളെ ഗ്രീക്ക് വേർഡിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെമാന്റിക് ഡൊമൈൻ ഓഫ് പവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതാണ് സാത്താന്യ ശക്തി കൊണ്ട് നമ്മുടെ ദൈവം അത്യന്ത ശക്തി വധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും മേലായ ശക്തിയാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയാണ് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ഡിവൈൻ പവറാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തോർക്ക് നന്ദി പറഞ്ഞു. ഈ സെഷൻ ജസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സെഷനുമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. ഇന്ന് എന്നെ വചനം കേട്ട ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോ വ്യക്തിയോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്തു. ഇന്ന് ഈ വചനം അനേകരിലേക്ക് എത്തിയതിനോട് കർത്താവ് നന്ദി പറയുന്നു. ഈ വചനത്താല് കർത്താവ് എല്ലാവർക്കും കർത്താവിന്റെ വചനത്തിലുള്ള അഭിഷേകത്തെ നൽകുന്നതിനോട് നന്ദി പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, താങ്ക് യു ഫോർ യുവർ ഗിവിംഗ് യുവർ ഡിവൈൻ പവർ ടു ഈച്ച് ആൻഡ് എവരി പീപ്പിൾ. ഷോ യുവർ ഡിവൈൻ പവർ ഇൻ ടു ഈച്ച് ആൻഡ് എവരി പീപ്പിൾ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ധകാഴ്ചയിൽ കെട്ടിയിരിക്കുന്ന മേഖലകളിൽ മൊത്തം യേശുവിന്റെ തിരക്കൊഴിച്ചിനെ ബൈൻഡ് ചെയ്ത് ഞാൻ ഐ ബൈൻഡ് ആൻഡ് ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഐ ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട് റൈറ്റ് നൗ ഇൻ ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എല്ലാ മേഖലയും കർത്താവ് വിടുതൽ പ്രാപിക്കട്ടെ. വചനം വായിക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന അന്ധകാഴ്ചയിൽ യേശുവിന്റെ തിരക്കൊഴിച്ചിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നു യേശുവിന്റെ നാമത്തിൽ. മിനിസ്ട്രിയിലേക്ക്, ചർച്ചിലേക്ക് ആത്മാക്കളെ വരുന്ന ആത്മാക്കളെ തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ശക്തി യേശുവിന്റെ തിരക്കൊഴിച്ചിനെ ബ്രേക്ക് കാസ്റ്റ് ഔട്ട് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. ആമേൻ. God bless you.